ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി നന്ദിനിയെ കിട്ടുന്നില്ലെന്ന് സൂര്യ മനസ്സിലാക്കണം കേട്ടോ. ഈ സമയം പത്മയാണെങ്കിലോ കതകടച്ച് റൂമിലിരിക്കുകയാണ്. അപ്പോഴേക്കും ഇവിടെ ഇന്ദ്രജയുടെ ഫോൺ വന്നിരിക്കുകയാണ്. ഡാഡി, ഇവിടെ മമ്മിയാണെങ്കിലോ പെട്ടെന്ന് എത്തണം, മമ്മി എന്തെങ്കിലും ചെയ്തു കൂട്ടുമെന്നൊക്കെയുള്ള ഫോൺ കോളാണ് കേട്ടോ. അങ്ങനെ സൂര്യ പറയണേ, ഞാൻ വീട്ടിൽ കൊണ്ടുവിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് സൂര്യ തൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ വീട് ആകെ അലങ്കരിച്ചിരിക്കുന്നത് കാണാൻ കേട്ടോ. ഇത് കാണുന്നതിനോടുകൂടി ഉടൻ തന്നെ യതീന്ദ്രൻ പറയാണ്, അവള് 30ാം വിവാഹ വാർഷികം ആഘോഷിക്കാൻ വെച്ചിരിക്കുന്നു. ഈ സമയത്ത് അവൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ എന്തായാലും ഇത് നടത്തില്ല എന്ന് പറയാം കേട്ടോ. ഈ സമയം സൂര്യ പറയണേ, ഡാഡി, ഇത് നന്ദിനി ആഗ്രഹിച്ച ഒരു കാര്യമാണ്. നന്ദിനി ആഗ്രഹിച്ച ഒരു കാര്യം നടത്താൻ ഡാഡി സമ്മതിക്കണം. കാരണം എന്താണെന്നറിയോ, നന്ദിനിയാണ് ഈ വെഡ്ഡിങ്ങിനെ കുറിച്ചും ഈ വിവാഹ വാർഷികം അതിഭംഗിയായി നടത്തണമെന്നും നന്ദിനിയാണ് പറഞ്ഞത്. പക്ഷേ അത് നിഷേധിച്ചും കൊണ്ട് എൻ്റെ മമ്മി എന്ന് പറയുന്ന എൻ്റെ അമ്മ ഈ ഒരു ചതി ചെയ്തതാണ്. അപ്പോൾ നന്ദിനി വരില്ലെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്നാലും എനിക്ക് കുഴപ്പമില്ല, നന്ദിനി വരില്ലെന്ന പ്രതീക്ഷ എൻ്റെ അമ്മയിലുണ്ടെങ്കിലും കൂടി എനിക്കുണ്ട് എൻ്റെ നന്ദിനി അച്ഛൻ്റെ വിവാഹ വാർഷികത്തിന് എത്തുമെന്ന്. അതുകൊണ്ട് വാ എന്ന് പറയുമ്പോൾ ഇന്ദ്രജ കരഞ്ഞുകൊണ്ട് വരികയാണ് കേട്ടോ. അങ്ങനെ കതക് തുറക്കുകയാണ് പത്മ ഇനി കതക് തുറക്ക്, വാശി വേണ്ട എന്ന് പറഞ്ഞിട്ട് യതീന്ദ്രൻ കതക് തുറക്കാൻ പറയുന്നുണ്ട് കേട്ടോ. പറഞ്ഞതുപോലെ തന്നെ പത്മ കതക് തുറക്കണം. ഉടൻ തന്നെ പത്മ പറയുന്ന വാക്ക് ഇതായിരിക്കും കേട്ടോ. അതെ, നിങ്ങളുമൊത്തുള്ള വിവാഹ വാർഷികം ആഘോഷിക്കാനാണ് വീട് മൊത്തത്തിൽ അലങ്കരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വിവാഹ വാർഷികം ആഘോഷിക്കാൻ നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ ഈ സമയം വരെ എവിടെയായിരുന്നു? ഇത് കേൾക്കുന്ന സൂര്യക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ. എങ്കിലും തൻ്റെ ഉള്ളിലെ പക അവിടെ നിർത്തുകയാണ്. എന്നിട്ട് യതീന്ദ്രൻ ചോദിക്കുകയാണ്, എന്താ പത്മ നീ കാണിച്ചു കൂട്ടുന്നത്? നമ്മുടെ വീട്ടിലെ കുട്ടിയല്ലേ കാണാതായിരിക്കുന്നു? നമ്മുടെ വീട്ടിലെ കുട്ടിയോ സുദേവൻ്റെ കാലിത്തൊഴുത്തിലെ കുട്ടിയാണ് കാണാതായിരിക്കുന്നത്. ഇവിടെ അങ്ങനെ ഒരു കുട്ടിയെയും കാണാതായിട്ടില്ല. പിന്നെ എൻ്റെ വിവാഹ വാർഷികം നാടും നാട്ടുകാരും അറിയെ എൻ്റെ മക്കൾക്ക് ആഘോഷിക്കണമെന്ന് അവരെന്നോട് ആഗ്രഹം പറഞ്ഞാൽ പിന്നെ എനിക്കത് നിഷേധിക്കാൻ പറ്റത്തില്ല. അത് കേട്ടോടെ തന്നെ പത്മേ, ഇത് അതിര് കിടക്കുന്നു കേട്ടോ. അപ്പോഴേക്കും സൂര്യ പറയണേ, വേണ്ട ഡാഡി, അതെന്തായാലും നിഷേധിക്കണ്ട. ഇത് നടത്താൻ ആഗ്രഹിച്ചിരിക്കുന്നത് നന്ദിനിയാണ്. നന്ദിനി പറഞ്ഞതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ആഘോഷം 30ാം വാർഷികവും. എന്നാൽ ഇവർക്കാണെങ്കിലും നന്ദിനി വരില്ലെന്നാണ്. പക്ഷേ എൻ്റെ നന്ദിനി ഈ സമയം എവിടെ ഉണ്ടാവും എന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും ഇന്ദ്രജ് പറയണം, എന്താ സൂര്യ നീ പറയുന്നത്? എവിടെയോ ആരെടുത്തോ എന്തൊന്നറിയാതെ കിടക്കുന്ന നന്ദിനി ഇനി എങ്ങനെ നാളെ രാവിലെ ആകുമ്പോഴേക്കും ഇവിടെ എത്തിക്കാൻ? അതൊന്നും നിന്നെക്കൊണ്ട് കഴിയില്ലെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ പറഞ്ഞത് ശരിയാണ്, എവിടുന്ന് കിട്ടാനാ നന്ദിനി ആരൊക്കെ തട്ടിക്കൊണ്ടുപോയി എന്ന് വിജയ് പറയാണ് കേട്ടോ. അപ്പോൾ വിജയുടെ ഈ വാക്കുകൾ കേട്ട ഉടൻ തന്നെ ഇവിടെ സൂര്യ പറയാണ്, എന്താ അളിയാ, എൻ്റെ അളിയൻ്റെ വായിൽ ഇപ്പോൾ വാല് മുളച്ച് തുടങ്ങുന്നുണ്ടോ? അത് കേട്ട ഉടനെ ഇല്ല എന്ന് പറഞ്ഞിട്ട് വാ പൊത്തിപ്പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ പത്മ പറയണേ, ശരി, ഞാൻ ഈ വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു. എൻ്റെ ഈ വിവാഹ വാർഷികം നിൻ്റെ ഭാര്യയാണ് ഇത് ആഘോഷിക്കാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ പറയുന്നത് നിൻ്റെ ഭാര്യ ഇനി വരത്തില്ലെന്ന്. അതുകൊണ്ട് നീ അവളെ അന്വേഷിച്ച് ഇനി പോകണ്ടെന്ന്. അപ്പോൾ സൂര്യ പറയണ, എൻ്റെ ഭാര്യ എന്തായാലും ഈ വിവാഹ വാർഷികത്തിന് എത്തും, അത് എൻ്റെ ഉറപ്പാണെന്ന് പറയണത്. അപ്പോൾ പത്മ പറയണ, ശരി, അവൾ വിശ്വസിക്കുന്ന ദൈവങ്ങളുണ്ടല്ലോ, അവളുടെ താനൂരമ്മ, അവിടെ വെച്ചിട്ട് നമുക്കൊരു നറുക്കെടുപ്പ് നടത്താമെന്ന് പറയണേ. ആയിക്കോട്ടെ, നറുക്കെടുപ്പോ എന്തെങ്കിലും നിങ്ങൾ നടത്തിക്കോളൂ, ഇത് എൻ്റെ ഭാര്യയെ ഞാനും സമ്മതിക്കുന്ന കാര്യമില്ല, എന്നാൽ നമുക്കൊരു നറുക്കെടുക്കാം എന്ന് പറഞ്ഞിട്ട് നറുക്കിടുകയാണ് കേട്ടോ. അങ്ങനെ സൂര്യക്കങ്ങ് ദേഷ്യം പിടിക്കുന്നുണ്ട്. ഇവരുടെ നറുക്കെടുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ സംസാരം ഉണ്ടല്ലോ, അത് തനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. നറുക്കിടാമെന്ന് പറയേണ്ടടുത്ത് ഒരു തരം ആളെ കളിയാക്കുന്ന സംസാരമാണ്. എന്നിട്ട് പത്മയാണെങ്കിൽ ഒരു പേപ്പറും പേന എടുത്ത് അതിലെഴുതുകയാണ്, നന്ദിനി വരില്ല. അങ്ങനെ 2 പേജിൽ അങ്ങനെ എഴുതി ചുരുട്ടി കുട്ടിയിടുകയാണ്. ഇനി സൂര്യ പോയി എടുത്തു എന്ന് പറയണം. അങ്ങനെ സൂര്യ എടുക്കുകയാണ്. താൻ എടുത്ത് തൻ്റെ അമ്മയുടെ കൈകളിൽ കൊടുക്കുമ്പോൾ പത്മ പറയണേ, നീ തന്നെ തുറക്ക്. സൂര്യയാണെങ്കിൽ അത് തുറന്നു നോക്കുമ്പോൾ തൻ്റെ കണ്ണാകെ കലങ്ങിപ്പോവുകയാണ്. പക്ഷെ പുറത്ത് കാണിക്കില്ല. ഇതേ സമയം യതീന്ദ്രൻ ചോദിക്കുകയാണ്, എന്താ മോനെ എന്ന്. അപ്പോഴേക്കും യതീന്ദ്രൻ്റെ കൈകളിൽ കൊടുക്കുകയാണ്. എന്താണ് സംഭവിച്ചെന്നറിയാതെ ഇവിടെ ഇപ്പുറത്ത് ഇന്ദ്രജയും വിജയും കേട്ടോ. അപ്പോൾ ഈ സമയം പത്മക്കഥ എന്താണെന്ന് നന്നായിട്ട് അറിയാം. അങ്ങനെ അവരെത്തിച്ച് നോക്കുമ്പോൾ ഇതാണ് കാണുന്നത്. അപ്പോൾ അവർ പറയണ, അവൾ വിശ്വസിക്കുന്ന താനൂരമ്മ പോലും അവളെ കൈയൊഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്തായാലും സൂര്യൻ നീ അവളെ അന്വേഷിച്ച് ഇറങ്ങണ്ട. അതെ, ഇത് എൻ്റെ കാര്യമാണ്, നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട. അതുകൊണ്ട് നിങ്ങൾ ചേച്ചിയാണെങ്കിൽ ഈ വിവാഹ വാർഷികം നിങ്ങൾക്ക് നടത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളത് നടത്തിക്കോളൂ എന്ന് പറയുന്നത് കേട്ടോ. ആ സമയം തനിക്കൊന്നും മിണ്ടാനാവുന്നില്ല, ശബ്ദിക്കാനാവാതെ അവിടെ നിൽക്കുകയാണ് കേട്ടോ ഈ പറയുന്ന ഈ സൂര്യയുടെ മുന്നിൽ ഇന്ദ്രജ.
അങ്ങനെ സൂര്യ ഡാഡിയോട് യാത്രയും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ താൻ കുറച്ചിങ്ങ് എത്തിയതിന് ശേഷം നന്ദിനി അവിടെ എവിടെയൊന്നും കാണുന്നില്ല. ഈശ്വര, എൻ്റെ നന്ദിനി എവിടോട്ടാ പോയതെന്നും അറിയില്ല. നിന്ന നിൽപ്പേ കാണാതായതാണ്. അവളുടെ എന്തെങ്കിലും ഒരു തെളിവ് എൻ്റെ മുന്നിലോട്ട് എത്തിച്ചു തരണേ. അവളെ വിശ്വസിക്കുന്ന താനൂരമ്മയെ അവളെ കൈയൊഴിയല്ലേ. താനൂരമ്മയെ കാണാൻ വേണ്ടി പോയി വരുന്ന സമയത്താണല്ലോ ഇങ്ങനെയുണ്ടായത്. അതുകൊണ്ട് അവളെ ഒരിക്കലും കൈയൊഴിയില്ലെന്ന എൻ്റെ വിശ്വാസം. അപ്പം കാണാം സൂര്യയുടെ മുന്നിലോട്ട് നന്ദിനി എത്തുന്ന കേട്ടോ. എന്നിട്ട് നന്ദിനി പറയണേ, എന്താ സൂര്യ സാറിനെ വിട്ടിട്ട് എനിക്കങ്ങനെ പോവാൻ കഴിയുമോ? ഞാൻ എവിടെയാണെങ്കിലും കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ സൂര്യ സാറിൻ്റെ മുന്നിലെത്തും. അത് സൂര്യ സാറിന് അറിയില്ലേ? സൂര്യ സാർ ഒന്ന് മനസ്സ് തുറന്ന് എന്നെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചു നോക്ക്. അപ്പോൾ ഞാൻ എത്തിയില്ലേ? അതുപോലെ എന്നെ കണ്ടുപിടിക്കണമെന്ന് ആഗ്രഹിച്ചു നോക്ക്. അപ്പോൾ എൻ്റെ മുന്നിലോട്ട് എത്തില്ലേ സൂര്യ സാറ്? ഓ, എത്തും. അപ്പോൾ സൂര്യയുടെ മുന്നിൽ വന്നതായിട്ട് ദേവി അങ്ങനെ തോന്നിപ്പിച്ചതാണ് കേട്ടോ. അങ്ങനെ സൂര്യ എന്തെങ്കിലും ചെയ്ത് നന്ദിനിയെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് തൻ്റെ കാറിലങ്ങ് കയറുമ്പോൾ തനിക്ക് ആ ഫോൺ കോൾ എത്തി. അങ്ങനെ ആ ഫോൺ എടുക്കുകയാണ് കേട്ടോ. ഇതേ സമയം ഇപ്പുറത്ത് നന്ദിനിയുമായുള്ള വെല്ലുവിളി ഗുണ്ടകൾ നടത്തുന്നുണ്ടല്ലോ. സ്പൈഡർമാനാണ് അവിടെ എത്തുമെന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനി ഗുണ്ടകളോട് പറയണേ, നിങ്ങളൊരു പെൺകുഞ്ഞിനെ കൊന്നതിനും അതിനൊക്കെ നിങ്ങൾക്ക് ദൈവം തരും ശിക്ഷ. എൻ്റെ സൂര്യ സാറിലൂടെ നിങ്ങൾക്ക് ദൈവം തരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ഈ നറുക്കെടുപ്പുണ്ടല്ലോ, അവിടെ 2 നറുക്കാണല്ലോ ഇട്ടിരിക്കുന്നത്. 2 നറുക്കിട്ടിട്ടാണല്ലോ നന്ദിനി മരിക്കും എന്ന് പറയുന്നത്. അല്ല, നന്ദിനി ഇനി വരില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ നറുക്ക് യതീന്ദ്രൻ നോക്കാൻ പോവുകയാണ് കേട്ടോ. യതീന്ദ്രനാണെങ്കിലോ ഈ നറുക്കങ്ങ് നോക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം തന്നെ മനസ്സിൽ തോന്നുകയാണ് കേട്ടോ. യതീന്ദ്രൻ്റെ ഉള്ള് ഒലയുകയാണ്. കാരണം ആ 2 നറുക്കിലും ഒരേ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ് പത്മ. അപ്പോൾ അതേസമയം സൂര്യയുടെ മനസ്സ് വേദനിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പെട്ടെന്ന് യതീന്ദ്രൻ സൂര്യക്ക് വിളിക്കുകയാണ്. ഈ സമയം സൂര്യക്ക് ഗുണ്ടകൾ വിളിച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗുണ്ടകൾ പറയാണ്, നീ ഞങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനം നീ ഞങ്ങളിൽ എത്തിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിനക്ക് നന്ദിനിയെ തരാം. അപ്പോൾ സൂര്യ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എത്ര പണമാണ് വേണ്ടത്, എന്താ വേണ്ടത്, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ എൻ്റെ നന്ദിനിയെ കൊണ്ടുപോയിരിക്കുന്നത്, നിങ്ങൾ ആരാ, നിങ്ങൾ എവിടുന്നാണ്, നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? അപ്പോൾ നീ ഞങ്ങളുടെ ഫോൺ ലൊക്കേഷൻ വെച്ച് ഞങ്ങളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയോ അതുപോലെ വേറെ എന്തെങ്കിലും ചെയ്ത് ഞങ്ങളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്താൽ നിൻ്റെ ഭാര്യ അങ്ങ് മരിക്കും, അത്ര തന്നെ ഉണ്ടാവുള്ളൂ. അത് നീ മനസ്സിൽ വെച്ചേക്ക്. പോലീസിനെ വിവരം അറിയിക്കാനും നിന്നിട്ടു യാതൊരു ഇതൊക്കെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം സൂര്യ ആണെങ്കിൽ ആ ഭീഷണിക്ക് മുന്നിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുമ്പോഴാണ് തൻ്റെ അച്ഛൻ്റെ ഫോണ് വരുന്നത്. അപ്പോൾ മോനെ, എന്തായി, നന്ദിനിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല അച്ഛാ, അത് വീട്ടിലുണ്ടായ സംഭവത്തെക്കുറിച്ച് നീ കരയുകയൊന്നും വേണ്ട കേട്ടോ. നീ വിഷമിക്കണ്ട, നിൻ്റെ കൂടെ ആരുമില്ല. നിൻ്റെ നന്ദിനി പോയത് നിനക്ക് വിഷമമുണ്ട്, പക്ഷെ ഇത് നിൻ്റെ അമ്മയുടെ കളികളാണ്. ആ അച്ഛാ, എനിക്കറിയാം. 2 നറുക്കിലും അമ്മ പേര് ഒരേപോലെ തന്നെ എഴുതി വെച്ചിരിക്കുന്നു. അമ്മ നന്ദിനി വരില്ല എന്നല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? എൻ്റെ അമ്മയുടെ സ്വഭാവം മനസ്സിലാക്കാൻ അധിക ദൂരമൊന്നും പോകണ്ട അച്ഛാ, എനിക്ക് എന്നോ അറിയാം. അവരിങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ. എൻ്റെ നന്ദിനി വരാത്തത് കൊണ്ടാണ് അവർ വിവാഹ വാർഷികം ആഘോഷിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ അവർക്ക് ഒരിക്കലും അങ്ങനെ ഒരു ആഗ്രഹമില്ല. ആരോട് സ്നേഹമില്ലാത്തവരാണ് അവരെ മാത്രം സ്നേഹിച്ചിട്ടുള്ളവർ. അവരുടെ അഹങ്കാരത്തിന് മുന്നേ എല്ലാവരും മുട്ടുകുത്തി കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ, മോനെ വേണ്ട അച്ഛാ, അച്ഛനെ അവരെക്കുറിച്ച് പറഞ്ഞ വിഷമം, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. ഈ സമയം നന്ദിനിയുടെ മുന്നിലോട്ട് വന്നിട്ട് നീ ഒന്ന് നിർത്തുന്നുണ്ടടി നിൻ്റെ ചില. ഇല്ല, ഞാൻ ഒരിക്കലും നിർത്തില്ല. നിങ്ങൾ എൻ്റെ ദേഹത്ത് തൊട്ടാലുണ്ടല്ലോ, നിങ്ങൾക്ക് എന്നെ അധിക നേരം ഇവിടെ വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്നെ എന്തായാലും തുറന്നു വിടും. ഇല്ല എങ്കിൽ എൻ്റെ സൂര്യസാറുണ്ടല്ലോ, നിങ്ങളെ എന്താക്കുമെന്ന് പറയാൻ പറ്റില്ല. കൈവെട്ടും കാൽ വെട്ടും എന്നൊക്കെ പറഞ്ഞാൽ ആ ഭീഷണി കേൾക്കുമ്പോൾ ഇതിനുള്ളിൽ ഇരുന്നിട്ടും ഇവളുടെ സൂര്യക്ക് ഇവൾ എവിടെയെന്ന് പോലും അറിയാഞ്ഞിട്ട് ഇവളുടെ തൊലിക്കെട്ടി ഉണ്ടല്ലോ, അത് ഞങ്ങൾക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ പിന്നീട് ഒരു ബൊമ്മയുടെ മുകളിൽ കുറേ പടക്കം വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കുന്ന ആ ഒരു ഫോട്ടോ, ആ ഒരു വീഡിയോ നന്ദിനിക്ക് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അത് നന്ദിനിയുടെ രൂപം തന്നെ ആയിരിക്കും. എന്നിട്ട് നന്ദിനിയോട് പറയണേ, ഇത്രയേ ഉള്ളൂ ഞങ്ങൾക്ക്, ഇതുപോലെ ഞങ്ങളങ്ങ് കാണിക്കും, അത്ര തന്നെ. നിന്നെ ഇതുപോലെ കെട്ടിയിട്ടിട്ട് നിൻ്റെ കാല് മുതൽ തല വരെ ഞങ്ങൾ പടക്കം അങ്ങ് കൊളത്തി നിന്നെ അങ്ങ് പൊട്ടിത്തെറിച്ച് നിൻ്റെ ശരീരങ്ങൾ ചിന്ന ഭിന്നമാവും. ഇപ്പോൾ ഒരുത്തി കണ്ടില്ല ഐസിൽ കിടന്ന് മരിച്ചത്, അതുപോലെ നിനക്കുള്ള ശിക്ഷ ഇതാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ നന്ദിനി പറയണേ, നീ എന്നെ ഒരു ചുക്കും ചെയ്യില്ലടാ, നീ ഒന്ന് ചെയ്ത് നോക്കടാ എന്ന് പറയുമ്പോൾ അവിടെ നിൽക്കുന്ന ഒരാൾക്ക് ദേഷ്യം പിടിച്ചിട്ട് അവിടെ ഒരു കവർ കിടക്കുന്നുണ്ടാവട്ടെ. ആ കവർ കൊണ്ട് നന്ദിനിയുടെ വാങ്ങ പൊത്തിയിട്ട് നന്ദിനിയുടെ കഴുത്ത് ഇറുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നന്ദിനിയുടെ ജീവൻ പോകുന്നത് പോലെ നന്ദിനി കാലിങ്ങനെ ആ ഒരു ജീവൻ പോകുമ്പോഴുണ്ടാവുന്ന ആ ഒരു കാല് വലിച്ചിലുണ്ടല്ലോ, ആ ഒരു സീൻ ഇങ്ങനെ കാണിക്കൂട്ടോ. എന്നാൽ ഈ സമയം സൂര്യക്ക് ആ ഫോൺ കോൾ എത്തിയത് കൊണ്ട് തന്നെ ഇനി സൂര്യ നന്ദിനിയിലോട്ട് എത്തുന്ന ആ ഒരു സീനാണ് കേട്ടോ നമുക്കിനി കാണാനിരിക്കുന്നത്.